അടൂർ സാറിനെ ഒന്നും ടാർഗറ്റ് ചെയ്യരുത്. ഞാൻ വലതുപക്ഷക്കാരനാണ്ട് കൂടെ പറയുക, പലപ്പോഴും CPM-ലും ഇടതുപക്ഷത്തിലും നിൽക്കുന്ന നായർ ഹിന്ദു സമൂഹത്തിലുള്ളവരെ, അത് രഞ്ജിത്ത് സാർ ആകട്ടെ, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആകട്ടെ, ശ്രീ രാഹുൽ ഈശ്വർ, എന്തുകൊണ്ടായിരിക്കാം കോൺക്ലേവിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടി വന്നത്? കാരണം അദ്ദേഹത്തിന് ഈ സമൂഹവും സിനിമ വ്യവസായവും ഒക്കെ നൽകുന്ന ഏറ്റവും ഉയർന്ന അദ്ദേഹത്തോടുള്ള കാഴ്ചപ്പാടിന്റെ പേരിലാണ് അദ്ദേഹത്തെ ആ ഒരു വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചു വരുത്തുന്നത്. അവിടെ മനുഷ്യനെ അങ്ങനെ തരം തിരിച്ച് കാണേണ്ടുന്ന ആവശ്യമുണ്ടോ? ഉപയോഗിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ വാക്കുകൾ എന്ന് പറയുന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള മനുഷ്യനാണല്ലോ അദ്ദേഹം. അതോ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയവും ചെറുത്തുനിൽപ്പും അഭിമാനബോധവും ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണോ? ശ്രീമതി മധു, നേരത്തെ ജോളി ചെറിയത്ത് മാഡം പറഞ്ഞതുപോലെ ഓരോ വർഷവും 200 സിനിമകളോളം മലയാളത്തിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 24 സിനിമകളാണ് സക്സസ്ഫുൾ ആയത്. ഈ 200 സിനിമയ്ക്കും മെന്റർ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ആ 200 സിനിമകൾ സർക്കാരിന്റെ കാശിലോ ടാക്സ് പേയേഴ്സിന്റെ കാശിലോ അല്ല എടുക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? സർക്കാർ സംവിധാനങ്ങൾ ഗ്രാൻഡായി നൽകുന്ന ഈ ക്യാഷ് വെച്ചാണ് ഇത് എടുക്കുന്നത്. നാളെ എമ്പുരാൻ പോലെ എനിക്ക് എമ്പുരാൻ പോലൊരു സിനിമ എടുക്കണമെന്നാണ് ആഗ്രഹം. നാളെ ഏതെങ്കിലും ഈ ഗ്രാൻഡ് കിട്ടുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന് എനിക്ക് 100 കോടി തരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന് എടുത്തു കൊടുക്കാൻ കഴിയുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അക്കൗണ്ടബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ്. നമ്മുടെ രാജ്യം ഇൻക്ലൂസീവ്നെസിന്റെ പേരിൽ അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസിന് വേണ്ടിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അത് വളരെ നല്ലതുമാണ്. പിന്നോക്ക ജനവിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സ്ത്രീ പ്രാതിനിധ്യം, ഇത്തരം കാര്യങ്ങൾ വളരെ നല്ലതുമാണ്. പക്ഷേ നമ്മളിവിടെ അടൂർ സാറിനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ, അദ്ദേഹവും ഞാനുമായിട്ട് കടകവിരുദ്ധമായ രാഷ്ട്രീയമുള്ള വ്യക്തിയാണ്. ഞാൻ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. അദ്ദേഹം കുറെയെങ്കിലും ഒരു സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നതോ അല്ലെങ്കിൽ പുരോഗമന സ്വഭാവം അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറയുന്ന പലപ്പോഴും വലതുപക്ഷക്കാരുടെ ആക്രമണം നേരിടുന്ന വ്യക്തി കൂടിയാണ്. പക്ഷെ അടൂർ സാറിനെ പോലെ രാജ്യം പത്മവിഭൂഷണം നൽകി ആദരിച്ച, പത്മശ്രീയും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ഒക്കെ കിട്ടിയ 84 വയസ്സുള്ള മലയാള സിനിമയും ഇന്ത്യ സിനിമയും ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് കാസ്റ്റിംഗ് അസ്പേർഷൻസ്, അദ്ദേഹത്തിന് മറ്റു ദുരുദ്ദേശങ്ങൾ കൊണ്ടാണ് പറയുന്നത് എന്ന് നമ്മൾ വ്യംഗ്യാർത്ഥത്തിലൂടെ പറഞ്ഞാൽ അത് ശരിയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അടൂർ സാറിനെ പോലെ ഇതിഹാസ തുല്യനായ ഒരു വ്യക്തിയെ കുറിച്ച് ഇപ്പം മാത്രമല്ല, മുമ്പ് KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലാണെങ്കിലും പലപ്പോഴും അദ്ദേഹം പഴി കേൾക്കേണ്ടി വരുന്നത് നമ്മൾ നമ്മുടേതായ പൊളിറ്റിക്കൽ ആംഗിളുകൾ അദ്ദേഹത്തിന് പറയുന്നതല്ലേ. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ ആംഗിൾ എന്നുള്ളത് മാത്രമാണോ ശ്രീ രാഹുൽ ഈശ്വർ അവിടുത്തെ പ്രശ്നം? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ എന്താണ്? അതോ അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്തോ തന്നെയാണെങ്കിലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വിധിക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരും അല്ലല്ലോ നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞു, നമ്മളിവിടെ അടൂർ ഗോപാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ അടൂർ ഗോപാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അതെന്തൊരു തരം സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? അദ്ദേഹത്തിന്റെ ഈ പറയുന്ന, അങ്ങ് പറഞ്ഞു അക്കൗണ്ടബിലിറ്റി വേണം. ആർക്ക് അക്കൗണ്ടബിലിറ്റി വേണം? ആരെ കുറിച്ച് അക്കൗണ്ടബിലിറ്റി വേണം? അതാണ് ചോദിക്കുന്നത്. ഈ വിഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക്, പിന്നാക്കക്കാരെന്ന് ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന ആളുകൾക്കും സ്ത്രീകൾക്കും ചെലവഴിക്കുന്ന പണത്തിന് മാത്രമാണോ അക്കൗണ്ടബിലിറ്റി? എല്ലാത്തിനും അക്കൗണ്ടബിലിറ്റി വേണം. അദ്ദേഹത്തിന് ബാക്കി എല്ലാ ഫീൽഡിലും പോകുന്ന അങ്ങനെയാണ് എങ്കിൽ അല്ല, സർക്കാർ സഹായത്തോടെയുള്ള സിനിമാ നിർമ്മാണത്തിന് ട്രെയിനിങ്, 3 മാസത്തെ ട്രെയിനിങ് നിർബന്ധമാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വിവാദങ്ങളും അവിടെ ഉണ്ടാവില്ല. അവർക്ക് എന്ന് പറയുന്നിടത്താണ് സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ കൊടുക്കാൻ, സ്ത്രീകളായതുകൊണ്ട് മാത്രം എന്തോ വലിയ പ്രിവിലേജ് കിട്ടുന്നു എന്നൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് പറയണമെങ്കിൽ ചില്ലറ കാഴ്ചക്കുറവ് പോരാ. പറഞ്ഞ കൃത്യമായ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. പല ന്യൂസ് ചാനലും വ്യക്തമാക്കിയ വാക്കുകൾ. പിന്നോക്ക അവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരമെന്ന നിലയിലാണ് സർക്കാർ ഗ്രാന്റ് നൽകുന്നത്. ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവർ അല്ല അവർ. അതിനാലാണ് അവർക്ക് പരിശീലനമടക്കം നൽകണമെന്ന് പറഞ്ഞത്. സിനിമാ ചിത്രീകരണത്തെ കുറിച്ച് അറിവില്ലാത്തതൊരു പ്രശ്നമാണ്. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീടും ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കും. അടുത്ത അദ്ദേഹം പറയുന്നു, ആദ്യമായി സിനിമ എടുക്കുന്നവർക്ക് 1.5 കോടി എന്ന തുക വളരെ കൂടുതലാണ്. പ്രാക്ടിക്കലായി പറയല്ലേ, ഇതിൽ ആരും അധിക്ഷേപം നടത്തുകയല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് എന്ന് പറഞ്ഞത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഇനി അത് മാത്രമല്ല, വേദിയിൽ പറഞ്ഞത് മാത്രമല്ലല്ലോ, അല്ലാതെയും ഉണ്ടായിരുന്നല്ലോ മൊഴിമുത്തുകൾ. അതുകൂടി കേൾക്കാം. എങ്ങനെ ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന് മൊത്തം നെഗറ്റിവിറ്റി ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ? ഞാൻ ഫിലിം മേക്കറാണ്. ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല. എനിക്കറിയാവുന്നതിൽ നിങ്ങൾക്ക് ആർക്കും സിനിമയെ പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയാം. വേണ്ടി യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ചതെന്ന് പ്രതിഷേധിച്ചത്. അവർ ആ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് അതിശയമാണ്. മനസ്സിലാവാത്ത ആളാണ് എണീച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ്? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്.
വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും കയറി സംസാരിക്കാനുള്ള സ്ഥലമാണോ കോൺക്ലേവ്? അതും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അതും ഞാൻ എന്നൊക്കെ പറയുന്നത് അവനവനെ കുറിച്ചുള്ള വലിയ ഒരു ധാരണയായിരിക്കും. ആ ധാരണ എല്ലാ മനുഷ്യർക്കുമുണ്ട്. അവനവനെ കുറിച്ചുള്ള അഭിമാന ബോധം അടൂർ ഗോപാലകൃഷ്ണന് മാത്രം കിട്ടിയ ഒന്നല്ല. സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണെ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അറിവ് കുറവല്ലേ? അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രത്യേകിച്ച് നമ്മുടെ പാർശ്വവൽക്കരിക്കേണ്ട വിഭാഗങ്ങളെ കുറിച്ച് ഗാന്ധിജി പറയുന്ന ഒരു സമീപനമുണ്ട്. അവർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. ആ പോസിറ്റീവ് സ്പിരിറ്റിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം, അടൂർ സാറിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങൾ എന്താ, ഞാൻ കുറച്ചുകൂടെ പച്ചക്കങ്ങ് പറയാം. ഈ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി സവർണ പൊതുബോധമാണ് പുള്ളിയെ നയിക്കുന്നത്. ഇത് മുമ്പ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിലും കേട്ടതാ. ആ വിഷയത്തിൽ ഇതേപോലെ ചർച്ചയ്ക്ക് കരുതിയിട്ടുണ്ട്. അവിടുത്തെ ഡയറക്ടർ അവരുടെ രേഖകളടക്കം എനിക്ക് തന്നിട്ടുമുണ്ട്. ഞാൻ അതിന്റെ പേരിൽ പറഞ്ഞതാ. അപ്പൊ ഇവരൊക്കെ ഒരു ജാതീയ പൊതുബോധം ഉണ്ടെന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്. ഒരു ജീവിതം കൊണ്ട് തന്നെ അവർ സമുദായത്തിനോ അല്ല സമൂഹത്തിനു വേണ്ടി ഒരുപാട് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ മറന്നുകൊണ്ട് ഇദ്ദേഹത്തിന് സിനിമയ്ക്ക് വേണ്ടി ചെയ്തത് എന്ന് പറയൂ. എന്താണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അദ്ദേഹം അവിടുത്തെ ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ വന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്? ഉടുത്തൊരുങ്ങി സ്റ്റാർ ആകാൻ വന്നവരെന്ന്. ഇത്രക്കൊക്കെ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ തുടർച്ചയായി പറയാൻ കഴിയുക എന്ന് പറയുന്നത് എന്തൊരു പ്രിവിലേജ് ആണ്. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. നന്നാക്കാൻ ശ്രമിക്കുമ്പോ ആ നന്നാക്കലിനും അച്ചടക്കവും ഡിസിപ്ലിൻ ഇല്ലാതെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നാവുമോ? ക്രിയേറ്റിവിറ്റി വളരെ നല്ലതാണ്, പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വളരണമെങ്കിൽ ഡിസിപ്ലിൻ വേണ്ടേ? ആ ഡിസിപ്ലിൻ ജീവിക്കുന്ന സ്ത്രീകൾ ഉടുത്തൊരുങ്ങി വരാതിരുന്നാൽ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായി പോകുമോ? ഇല്ല. അപ്പൊ ആ സ്ത്രീകൾ അങ്ങനെ ഉടുത്തൊരുങ്ങി വരാൻ വിധിക്കപ്പെട്ടവരല്ല എന്ന് പറയുന്ന സവർണ ബോധം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാക്കുകളിൽ ഉണ്ട് രാഷ്ട്രീയം. അത് തിരിച്ചറിയാത്തവർ എത്ര വളർന്നാലും ചെറുതായി പോവുകയുള്ളൂ. അവിടെ ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ കൊണ്ടുപോലുമാണ് ഈ ജാതീയമായ പരാതി കൊടുപ്പിച്ചത്. അതിന്റെ രേഖകളടക്കം ഞാൻ കണ്ടതാണ്. അത് പോട്ടെ, മറ്റൊരു വിഷയം. പക്ഷേ അടൂർ സാറിനെ ഒന്നും ടാർഗറ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഞാൻ വലതുപക്ഷക്കാരനാണ്ട് കൂടെ പറയുക, പലപ്പോഴും CPM-ലും ഇടതുപക്ഷത്തിലും നിൽക്കുന്ന നായർ ഹിന്ദു സമൂഹത്തിലുള്ളവരെ, അത് രഞ്ജിത്ത് സാർ ആകട്ടെ, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആകട്ടെ, അടൂർ സാറിനെ ഒന്നും അതും ഞാൻ സംസാരിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഈ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാട്ടിലും എവിടെയോ ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ കുറിച്ചൊന്നും അങ്ങനെ പറയരുത്, എന്നെ കുറിച്ചൊന്നും ഇങ്ങനെ പറയരുത്, ഞാൻ സംസാരിക്കുമ്പോൾ ഒന്നും മിണ്ടരുത് എന്ന് പറയുന്ന ആ സവർണ ബോധമുണ്ടല്ലോ, അത് ചെലവാകില്ല എന്നേ പറയുള്ളൂ. അത് ചെലവാകുന്ന സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഒരാൾ സമൂഹത്തിൽ ഉന്നതനായിട്ടുണ്ട്, അല്ല ഒരാൾ സമൂഹത്തിൽ ഉന്നതമായ കലാരൂപങ്ങളുടെ പേരിൽ അദ്ദേഹം നൽകിയ സംഭാവനകളുടെ പേരിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നുണ്ട് എങ്കിൽ അത് സമൂഹം അങ്ങോട്ട് നൽകിയ നല്ല വാക്കുകളും നല്ല ട്രീറ്റ്മെന്റിന്റെയും പേരിലാണ്. അത് തിരിച്ചെടുക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ കാലവും അതിന്റെ പേരിൽ അഭിനന്ദിക്കാം എന്ന് വിചാരിക്കരുത് എന്നേ പറയുള്ളൂ. ഉദ്ദേശിച്ച കാര്യമാണ് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഞാൻ വരാം അങ്ങയിലേക്ക്.